ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് കുറച്ച് അജ്രക്ക് മെറ്റീരിയൽസ് ഞാനിവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ കട്ട് ചെയ്ത് ചെറിയ ചെറിയ സ്ക്വയർ പീസസ് ആക്കി അത് ജോയിൻ ചെയ്ത് അതിൽ നിന്ന് ഒരു ബ്ലൗസാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ ചെയ്യുന്നത് ഈ മെറ്റീരിയലെല്ലാം ജോയിൻ ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്നാണ് ഇതിലൂടെ കാണിക്കുന്നത്. അപ്പോൾ അതിനുശേഷം ബ്ലൗസിൻ്റെ വീഡിയോ ഞാൻ വേറെ ഇടുന്നതായിരിക്കും. അപ്പോൾ നമുക്കിത് ഓണത്തിനൊക്കെ സ്റ്റൈൽ ചെയ്യാനായിട്ട് നല്ലൊരു അടിപൊളി ഐഡിയ ആണ്. അപ്പോൾ ഞാനിതെല്ലാം കൂടെ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഒരു ബ്ലൗസാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് ബ്ലൗസിനോ ചുരിദാറിനോ ടോപ്പിനോ ജീൻസിൻ്റെ ടോപ്പിനൊക്കെ നമുക്കിങ്ങനെ ഇത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചാൽ ചെറിയ ചെറിയ സ്ക്വയറുകളാക്കിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ബ്ലൗസിനായതുകൊണ്ട് തന്നെ അധികം വലിയ സ്ക്വയർ ആക്കുന്നില്ല. നമ്മൾ ചുരിദാറിനൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി വലുപ്പത്തിൽ എടുക്കുക. അപ്പോൾ ബ്ലൗസ് ആകുമ്പോഴത്തേക്കും നമുക്ക് അത്രയും ഏരിയ ഇല്ലല്ലോ. അപ്പോൾ ചെറിയൊരു ഏരിയയിലേ ഉള്ളൂ നമുക്ക് ബ്ലൗസ് കവർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 3.5 ഇഞ്ച് വിട്ടിൽ ഒരു സമചതുരം അളവിലാണ് നമ്മളിത് എടുക്കുന്നത്. എല്ലാ സൈഡിലും ഒരേ അളവിൽ, ഏകദേശം ഒരേ അളവ് നമുക്ക് കിട്ടിയാൽ മതി. ഇപ്പോൾ 3.5 ഇഞ്ച് വിട്ട് ഞാനിങ്ങനെ മാർക്ക് ചെയ്തിട്ട് അവിടെ ഒരു സ്കെയിലും കൊണ്ട് ഇതേപോലെ വരച്ചു കൊടുത്തു. അപ്പോൾ നമുക്കിത് ജോയിൻ ചെയ്തെടുക്കാനായിട്ട് ഒരുപാട് പീസുകൾ വേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ വീണ്ടും 3.5 ഇഞ്ചിൽ തന്നെ ഇതേപോലെ ഒരു മാർക്കിംഗ് കൊടുത്ത് അവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് ഇതേപോലെ എല്ലാ സൈഡും 3.5 ഇഞ്ച് തന്നെ കൊടുത്തിട്ട് ഒന്ന് സ്കെയിൽ കൊണ്ട് വരച്ചിടാൻ പോവുകയാണ്. എന്നിട്ട് നമുക്ക് ആ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൂടി എടുക്കാം. ഇതിപ്പോൾ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിവിടെ അതൊന്ന് രണ്ടാക്കി ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് ഫോൾഡ് ചെയ്തതിന് ശേഷം വീണ്ടും ഒരു സമചതുരമായിട്ടാണ് എടുക്കുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വിട്ട് മാർക്ക് ചെയ്ത് നേരത്തെ 3.5 ഇഞ്ച് തന്നെയാണ് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. എന്നിട്ട് അതുകൊണ്ട് എനിക്കിവിടെ 3 പീസായിട്ട് ഇവിടെ 3.5 ഇഞ്ചിൽ വന്നിട്ടുണ്ട്. അവിടെയും ഇതേപോലെ ഒന്ന് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. നമുക്കൊരു ഏകദേശം അളവ് കിട്ടിയാൽ മതി കേട്ടോ. എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതേ കണ്ടാവും ലാസ്റ്റ് കുറച്ച് പീസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് എവിടെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അടിച്ച് കയറ്റാൻ പറ്റും. അപ്പോൾ ഇത് കട്ട് ചെയ്തെടുത്ത പോലെ തന്നെ എല്ലാ പീസിൽ നിന്നും ഞാൻ ഇതേപോലെ ഒരളവിൽ, ഏകദേശം ഒരളവിൽ കട്ട് ചെയ്ത് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മളിത് കൂട്ടിച്ചേർത്തെടുക്കുമ്പോഴേക്കും ഇതേപോലെ ഒന്ന് നിവർത്തി വെച്ചിട്ട് ഏത് കളർ തമ്മിലാണ് കൂടുതൽ മാച്ച് ആവുന്നത്, ഏത് കളർ തമ്മിൽ ചേരുമ്പോൾ നമുക്ക് കൂടുതൽ അട്രാക്റ്റീവ് ആയിരിക്കും എന്നൊന്ന് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് മാച്ച് ചെയ്തൊന്ന് വെച്ച് നോക്കണം. നമുക്കിത് എങ്ങനെയാണെങ്കിലും എല്ലാ കളറും തമ്മിൽ മിക്സ് ചെയ്ത് അടിക്കേണ്ടി വരും. കാരണം നമുക്ക് അത്രയും തുണി ആവശ്യമായിട്ട് വരുമല്ലോ ഈ പീസ് തമ്മിൽ കൂട്ടി അടിക്കുമ്പോഴേക്കും. അപ്പോൾ ജസ്റ്റ് നമ്മളിങ്ങനെ ഒന്ന് വെച്ച് നോക്കുക. അതിനുശേഷം ഞാനപ്പോൾ എങ്ങനെയാണ് ഈ പീസുകൾ തമ്മിൽ ജോയിൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 2 കളേഴ്സ് ആദ്യം എടുത്തിട്ടുണ്ട്. അപ്പോൾ യെല്ലോയും റെഡും ആണ്. നല്ല അട്രാക്റ്റീവ് കളേഴ്സാണ്. അത് തമ്മിൽ ചേരുമ്പോൾ നല്ല രസമായിരിക്കും. അപ്പോൾ ഇത് രണ്ടും ചേർന്ന് നല്ല വശം തമ്മിൽ ചേർത്ത് വെച്ചിട്ടാണ് നമ്മൾ അടിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇത് കാണുമ്പോൾ ആദ്യം തോന്നും അയ്യോ ഇത് ബുദ്ധിമുട്ടുള്ളൊരു ടാസ്ക് ആണല്ലോ എന്ന് തോന്നും. പക്ഷേ നമ്മളിങ്ങനെ ഓരോ പീസ് ആദ്യം തന്നെ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ട് നമ്മളത് ജോയിൻ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് നല്ല ഇൻട്രസ്റ്റ് ആയിട്ട് തന്നെ ഇത് ചെയ്ത് ഫിനിഷ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഞാനിപ്പോൾ ഇവിടെ യെല്ലോയും റെഡും ഇതേപോലെ കൂട്ടി അടിച്ചെടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഓരോ പീസ് ഇങ്ങനെ കൂട്ടി അടിച്ചെടുക്കുമ്പോഴേക്കും 2 വട്ടം അവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. കാരണം നമ്മളിങ്ങനെ ഓരോ ചെറിയ ചെറിയ പീസ് വെച്ചാണല്ലോ അടിച്ചെടുക്കുന്നത്. അപ്പോൾ വിട്ട് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കത് കൂട്ടി യോജിപ്പിച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ പീസും അടിച്ചെടുക്കുമ്പോൾ 2 വട്ടം അടിച്ചെടുക്കാനായിട്ട് എന്തായാലും നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഓരോ പീസ് ഇതേപോലെ തന്നെ മാച്ചിങ് ആയിട്ട് വെച്ചിട്ട് അതായത് ഒരെണ്ണത്തിന് മീതെ അടുത്തത് വെച്ച് നല്ല വശം രണ്ടും ഇതേപോലെ അകത്ത് വരുന്ന രീതിയിൽ വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ചെയ്യുമ്പോഴേക്കും ഇതേപോലെ മാച്ചായിട്ട് വരുന്ന പീസുകൾ തമ്മിൽ ജോയിൻ ചെയ്ത് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ട ബ്ലൗസിൻ്റെ ലെങ്ത്ത് വിട്ട് നോക്കി വേണം നമ്മൾ പീസ് ഇങ്ങനെ ജോയിൻ ചെയ്യാൻ. ഞാനിപ്പോൾ ഒരെണ്ണത്തിൽ 9 പീസ് വെച്ച് എടുത്തിട്ടുണ്ട്. 9 പീസ് വെച്ചാണ് ഒരു ലെയർ എനിക്ക് വന്നിരിക്കുന്നത്. അതുപോലത്തെ 6 പീസുകളാണ് ഞാനിവിടെ അടിച്ചെടുത്തിരിക്കുന്നത്. ഈ 6 പീസുകൾ ജോയിൻ ചെയ്യുമ്പോഴാണ് എനിക്ക് വേണ്ട ബ്ലൗസിൻ്റെ ലെങ്ത്തും വിട്ടും ആകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് ലെങ്ത്ത് വേണ്ടതെന്ന് നമുക്ക് അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ ആ ഒരു അളവിൽ നമ്മളിതിങ്ങനെ ഓരോ തവണ അടിച്ചിട്ട് വെച്ച് നോക്കുക നമുക്ക് ആവശ്യത്തിനുള്ള ലെങ്ത്ത് ആയിട്ടുണ്ടോയെന്ന്. അതിനുശേഷം നമ്മൾ ബാക്കിയുള്ള പീസ് ഇതേപോലെ ജോയിൻ ചെയ്തെടുക്കുക. അപ്പോൾ എനിക്കിവിടെ 17 ഇഞ്ചസ് മതി ലെങ്ത്ത്. നമ്മളിപ്പോൾ ഈ ഓരോ പീസ് കൂട്ടി അടിച്ച് വരുമ്പോൾ കുറച്ച് ലെങ്ത്ത് കുറയും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഇതേപോലത്തെ 6 പീസസാണ് എടുത്തിരിക്കുന്നത്. 9 പീസ് വെച്ചിട്ടാണ് ഒരു ലെയർ ഞാൻ ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എനിക്കിവിടെ വരുന്ന വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ 26 ഇഞ്ചസ് ആണ്. അപ്പോൾ ഞാൻ ഈ 9 പീസ് ജോയിൻ ചെയ്തപ്പോൾ 26 ഇഞ്ചസ് വന്നു. അപ്പോൾ ഇതേപോലെ 6 ലെയറിലാണ് ഞാൻ അടിച്ചിരിക്കുന്നത്. ഇനി 6 ലെയറും നമ്മൾ ജോയിൻ ചെയ്ത് ഇതൊരു ഒറ്റ പീസാക്കി എടുക്കണം. അതിന് ശേഷമാണ് നമ്മളിതിൽ മാർക്കിങ്ങുകളെല്ലാം ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ
ബ്ലൗസിൻ്റെ വീഡിയോ ആയിട്ട് വേഗം വരുന്നതായിരിക്കും. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്